and welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുട്ടി വീട്ടിലുള്ള കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഗ്ലോയിങ് ഫേസ് പാക്ക് ആണ്. അധികം വൈകാതെ തന്നെ അധികം വലിച്ചു നീട്ടാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടിയാണ് നമുക്ക് ആവശ്യം. 1 ടേബിൾ സ്പൂൺ കടലമാവ് അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു പാക്കറ്റ് ബ്രൂ, അതായത് ഏതെങ്കിലും ഇൻസ്റ്റന്റ് കോഫി പൗഡർ. ആൻഡ് ഒരു 2-3 പീസ് ഓഫ് ലൈക്ക് അല്ലിയെന്ന് ഞങ്ങൾ പറയും, നിങ്ങളോട് അങ്ങനെയാണ് പറയുന്നത് എനിക്കറിയാം. 2-3 പീസ് ഓഫ് ഓറഞ്ച് ആൻഡ് ഹണി. ഇത് കുറച്ച് എക്സ്പെൻസീവ് ഹണിയാണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് പിശുക്കി എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം. ഇത്രയാണ് നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇത് ഒരു ഓയിൽ ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അത് കടലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജെന്റ്ലി എക്സ്ഫോലിയേഷൻ തരും, സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അറ്റ് ദി സെയിം ടൈം നമ്മുടെ സ്കിന്നിലുള്ള പിമ്പിൾസ് വന്നിട്ടുള്ള എൻ്റെ മാർക്കുകളൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും കുറയ്ക്കാനായിട്ടും ഒറ്റ യൂസ് കൊണ്ട് പോകുമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് നാൾ ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. ആൻഡ് ഓൾസോ കോഫി പൗഡർ എന്ന് പറയുന്നത് ടാൻ റിമൂവലിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. ആൻഡ് ഓൾസോ അറ്റ് ദി സെയിം ടൈം ഓറഞ്ച് എന്ന് പറയുന്നതും സ്കിൻ ടോണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി സംഭവമാണ്. ഹണി സ്കിന്നിനെ ഒന്ന് സൂത്തൻ ചെയ്യാനായിട്ടും അറ്റ് ദി സെയിം ടൈം കുരുക്കൾ വന്നതിൻ്റെ പാട് ടാന് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആൻഡ് നറിഷ് ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്കൊരു ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ നോർമൽ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കേർഡ് ആഡ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. അടിപൊളി ഫേസ് പാക്ക് ആണ് ഗൈസ്. ഈ 1 ടേബിൾ സ്പൂൺ ഓഫ് ഇതിലോട്ട് വളരെ കുറച്ച് കോഫി പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. വളരെ കുറച്ച് മതി കേട്ടോ. ഇതാ ഇവിടെ കണ്ടോ, വളരെ കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂൺ ഓഫ് കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വളരെ കുറച്ച് ഹണി, ഇറ്റ്സ് കോൾഡ് മനുക ഹണി. മനുക ഹണി ഇത് ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് എനിക്ക് ചേച്ചി മേടിച്ചു തന്ന ഹണിയാണ്. വളരെ കുറച്ചെടുക്കണ്ടു ബിക്കോസ് ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ്. ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത്രയും വളരെ കുറച്ച് ഹണി ഇതിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഹണി ആഡ് ചെയ്തതിനു ശേഷം നല്ല മധുരം. ഹണി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓറഞ്ച് ജ്യൂസ് നമുക്കിങ്ങനെ സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം. ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്, നല്ലതാണ്. ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 അല്ലിയുടെ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഫേസിലോട്ടും നെക്കിലോട്ടും ആവശ്യമായിട്ടുള്ള എത്ര ക്വാണ്ടിറ്റി ആണോ ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. എപ്പോഴും ഫ്രണ്ടിലോട്ട് നിൽക്കേണ്ടത് ഇതിൻ്റെ എന്താ പറയുക, കടലമാവിൻ്റെ ഇത് തന്നെ ആയിരിക്കണം, കൺസിസ്റ്റൻസി ആയിരിക്കണം. കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. കടലമാവ് എന്ന് പറയുന്നത് ജെന്റലി എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കിന്നിനെ, എന്നാൽ ഹാർഷ് ആയിട്ടുള്ള ഒരു എക്സ്ഫോലിയേറ്റിംഗ് കൊടുക്കുന്നില്ല. കടലമാവ് നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ, എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ഓയിലി ആക്നി പ്രോൺ സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് വളരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണിത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ് വരേണ്ടത്. ഈ ഒരു പേസ്റ്റ് ഒട്ടും റണ്ണി അല്ലാത്ത, എന്നാൽ അത്രയ്ക്ക് തിക്കല്ലാത്ത ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലോട്ടാക്കുക. ലാസ്റ്റ് ഉള്ളൊരു പീസ് നമുക്ക് ഓറഞ്ച് കഴിക്കാം, ബിക്കോസ് ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്, വിറ്റമിൻ സി. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ വാരി വലിച്ചിട്ടിരിക്കുന്ന മുടി നമുക്കൊന്ന് കെട്ടിവെക്കണം. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മുടിയും കൂടെ നമ്മുടെ മുഖത്തോട്ട് വന്നിങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേസ് പാക്കിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഹെയറിലോട്ട് ഇത്തരം കണ്ടൻസ് ആവുന്നത് അത്രയും നല്ലതല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് മുകളിലോട്ട് നന്നായിട്ട് കയറ്റി വയ്ക്കാം. ഹെയറിൻ്റെ ബാക്കിലുള്ള ഹെയർക്ക് നന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ കെട്ടി വയ്ക്കാം. How is it looks? I know it's ugly, but okay, that's the truth. ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് ബാൻഡിങ് കാര്യങ്ങളൊക്കെ വയ്ക്കാം, പക്ഷെ ഞാൻ വയ്ക്കുന്നില്ല. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ജയലക്ഷ്മി കണ്ണാട വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്നത്.
ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് കണ്ണിൻ്റെ അടിയിലോട്ട് ഇടാം. ബിക്കോസ് ഇതിൽ ഹാർഷ് ആയിട്ടുള്ള, അതായത് ഒട്ടും സെൻസിറ്റീവ് സ്കിന്നിന് പറ്റാത്ത രീതിയിലുള്ള കണ്ടൻസ് ആയിട്ടൊന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അത്രയും ലൈറ്റ് ആയിട്ടുള്ള സ്കിന്നിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നോ ഇഷ്യൂസ്, നത്തിങ്. ആ ഒരു ഓറഞ്ചിൻ്റെയും എന്താ പറയുക, കോഫിയുടെ ഒക്കെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഹണിയുടെയും ഓറഞ്ചിൻ്റെയും കോഫിയുടെയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു മണം കിട്ടുന്നുണ്ട്. തിന്നാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ തിന്നാൻ പാടില്ല ഗയ്സ്. എനിക്ക് എവിടെയൊക്കെ ഒരു ക്യാരറ്റിൻ്റെ മണം കൂടി അടിക്കുന്നു. കഴുത്തിനോട് നമ്മൾ ഒരിക്കലും ശത്രുത കാണിക്കാൻ പാടില്ല. ശത്രുതാഴ്ചയുടെ കഴുത്ത് നമ്മൾ ചലിക്കും. രണ്ട് കളറായിട്ട് നിൽക്കും. ഈ ഒരു സംഭവം നമ്മൾ ഇനി ഒരു 10 to 15 മിനിറ്റ്സ്, ഒരു 10-15 മിനിറ്റോളം നമുക്ക് അപ്ലൈ ചെയ്ത് വെക്കാം ഈ ഒരു സംഭവം. എന്നിട്ട് വേണം കഴുകി കളയാനായിട്ട്. ഭയങ്കര ഡ്രൈ ആവാനും പാടില്ല, എന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇരിക്കാനും പാടില്ല. കുറച്ചൊന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഒന്ന് അബ്സർവ് ആവണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു സംഭവം ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, പോയി കഴുകിയിട്ട് വരാം. ഓക്കെ, യൂസിൽ തന്നെ ആ ഒരു ജസ്റ്റ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നുണ്ട്. ഒറ്റ യൂസോട് കൂടിയിട്ട് തന്നെ ഈ കറുത്ത കുത്തുകുത്ത് പാടുകൾ പോകുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒറ്റ യൂസിൽ തന്നെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? വാവ്, ഇനിയിപ്പോൾ ഈ ഫുള്ള് കഴുകിയിട്ട് തരാം. കംപ്ലീറ്റ് ഫേസ് ഞാനിവിടെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആൻഡ് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. ടാന് ഇൻസ്റ്റൻ്റ്ലി റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് തന്നെ പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. എനിക്ക് ട്രീറ്റ്മെൻറ്റ്സ്, ഐ മീൻ ഫംഗൽ ആക്നെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ ബാക്കി കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, ബാക്കി പുറത്തുനിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടൈപ്പ്, ഷോപ്സിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടൈപ്പ് ഫേസ് പാക്സും കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക്, ഒരു 2-3 മാസത്തേക്ക് ഉപയോഗിക്കരുത് എന്ന് ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഇനി ഒരു 1 മന്തോളം എനിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലത്തെ കുറച്ച് കുട്ടി സാധനങ്ങൾ വെച്ചിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് സ്കിന്നിൽ അലർജിയും ഇല്ല. ഞാൻ ഓൾറെഡി കടലമാവും കാളൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിന് അലർജിയും കാണുന്നില്ല. നിങ്ങൾക്ക് കടലമാവ് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുൾട്ടാണി വെട്ടി യൂസ് ചെയ്യാം. അതും അത്യാവശ്യം എഫക്റ്റീവാണ്, ഓയിൽ കൺട്രോളിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ അടിപൊളിയല്ലേ? ഇൻസ്റ്റൻ്റ്ലി ടാനൻ റിമൂവ് ആയിട്ടുണ്ട്, ആ ഒരു ഗ്ലോവും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.